ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതൊരു ഉദാഹരണമായിട്ട് എൻ്റെ ജീവിതം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു ബ്രദർ എന്നോട് പറയുകയുണ്ടായി, വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം, യേശു ദൈവം അത് നടത്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് പറഞ്ഞു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വിവാഹം എങ്ങനെ നടക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം അത്രമാത്രം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. ഒരച്ഛൻ, ഒരമ്മ, ഒരനിയത്തി. അതുപോലെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. പിന്നീടുള്ള എൻ്റെ അമ്മയുടെ അമ്മയാണുള്ളത്. അപ്പം ഞങ്ങൾ വളരെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് ബ്രദർ പറയുന്നത് വിവാഹത്തിന് വേണ്ടിയിട്ട് റെഡി ആവണം എന്ന് പറയുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരുങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉപവാസം എടുത്തു. 21 ദിവസത്തേക്ക് ഉപവാസം എടുക്കുകയാണ്. വളരെ കർശനമായിട്ട് ഉപവാസം എടുക്കുക. പട്ടിണി കിടന്നൊന്നുമല്ല. ആ സമയത്ത് ഇറച്ചി, മുട്ട ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കഞ്ഞിയും ചമ്മന്തിയും മാത്രമായിട്ട് കഴിഞ്ഞു പോയൊരു ദിവസങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുട്ടുമേ നടന്ന് ഹാളിലൂടെ മുട്ടുമേലൊക്കെ നടന്ന് ജപമാലയൊക്കെ ചൊല്ലി സഹനം അനുഭവിച്ച് തന്നെയായിരുന്നു ഞാൻ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത്. അങ്ങനെ എൻ്റെ വിവാഹത്തിൻ്റെ നിശ്ചയം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കുടുംബം എൻ്റേത്. ചെറുക്കൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ചരക്കെടുക്കാനായിട്ട് പോകണം. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ 1 രൂപ പോലും ഇല്ല. പക്ഷെ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് കർത്താവിലായതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു തക്ക സമയത്ത് ദൈവം ഇടപെടും. എൻ്റെ വിശ്വാസം അത്രമാത്രം വലുതായിരുന്നു. ഈശോയുടെ അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് ഈശോ പറഞ്ഞു, കേൾക്കാൻ കഴിയാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അന്ന് കർത്താവ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. വചനം ഈശോ തരും. ഓൺ ദ സ്പോട്ടിലാണ് വചനം തരുന്നത്. അത് ബൈബിൾ തുറന്നിട്ടല്ല കേട്ടോ വചനം കിട്ടുന്നത്. ഓൺ ദ സ്പോട്ടിൽ എൻ്റെ നാവിൻ തുമ്പിലേക്ക് ഈശോ ഇങ്ങനെ പരിശുദ്ധാത്മാവ് വഴി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ദൈവം തന്നപ്പോൾ വളരെ അധികം ഞാൻ ഹാപ്പി ആയിട്ട് ഉറച്ച് വിശ്വസിച്ചു ദൈവം അത് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, 1 രൂപ പോലും കയ്യിലെടുക്കാൻ ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് ഒരു സന്ധ്യ ആയപ്പോഴേക്കും എൻ്റെ അമ്മയുടെ അനിയത്തി വിളിച്ചിട്ട് പറയുകയാണ്, ചരക്കെടുക്കാൻ പോകാനുള്ള പൈസ റെഡി ആയിട്ടുണ്ട്, അത് തരാനായിട്ട് വേറൊരാൾ ഒരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുമായിട്ട് ഒരുപാട് അകലമുള്ളൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി വിളിച്ചിട്ട് എൻ്റെ അമ്മയുടെ അനിയത്തിയോട് പറയുകയാണ്, വിവാഹത്തിന് ചരക്കെടുക്കാൻ പോകാനുള്ള പൈസ ഏകദേശം 25,000 രൂപയോളം ആ വ്യക്തി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത്ഭുതമായിപ്പോയി. പക്ഷേ കർത്താവ് ഇടപെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വിവാഹത്തിന് വേണ്ടി റെഡിയാവുകയാണ്. വിവാഹത്തിന് തലേദിവസമൊക്കെ വളരെ മനോഹരമായിട്ട് ദൈവം ഒരുക്കി തന്നു.